സോ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അൺഅക്കാഡമിയിലേക്ക് സ്വാഗതം. അൺഅക്കാഡമി PSC ആസ്പിറൻസിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്ത ഏറ്റവും പുതിയ ചാനലാണ് ലെറ്റ്സ് ക്രാക്ക് കേരള എക്സാംസ്. സോ അൺഅക്കാഡമി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് അൺഅക്കാഡമി. ദെൻ അൺഅക്കാഡമിയുടെ അൺലിമിറ്റഡ് കണ്ടന്റ്സ് ആക്സസ് ചെയ്യുന്നതിന് വേണ്ടി എല്ലാവരും ഒരു അൺഅക്കാഡമി പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുക്കുക. ഓക്കെ, അതുവഴി നിങ്ങൾക്ക് അൺഅക്കാഡമിയിലെ അൺലിമിറ്റഡ് കണ്ടന്റ്സ് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ദെൻ എന്നെക്കുറിച്ച് ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ. ഓക്കെ, എൻ്റെ പേര് അരുൺ ശിവരാമൻ. ഞാൻ 3 വർഷത്തിലധികമായി UPSC ദെൻ അതുപോലെ തന്നെ PSC സ്റ്റുഡൻസിനെല്ലാം ധാരാളം ക്ലാസ്സസ് എടുത്തു കൊടുക്കുന്നുണ്ട്. എൻ്റെ കോർ സബ്ജക്ട്സ് എന്ന് പറയുന്നത് പൊളിറ്റി, ജിയോഗ്രഫി, കേരള ഹിസ്റ്ററി. ഓക്കെ, സോ ദിസ് ഓൾ ആർ മൈ കോർ സബ്ജക്ട്സ്. സോ ദെൻ അൺഅക്കാഡമി പ്ലസ് സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ എന്ത് ബെനിഫിറ്റ് ആണ് ഒരു ആസ്പിറന്റിന് കിട്ടുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് ഡെയിലി ലൈവ് ക്ലാസ്സസ് ആണ്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകാനോ അവരുടെ ക്ലാസ്സുകൾ ആക്സസ് ചെയ്യാനോ ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ ഒരു പാൻഡമിക് സിറ്റുവേഷൻ. സോ അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ളതും നിങ്ങൾക്ക് ഒരു ലൈവ് ക്ലാസ്സിൻ്റെ അതേ എൻവിറോൺമെൻറ്റ് തന്നെ കിട്ടുന്നതും ആയ ഒരു പ്ലാറ്റ്ഫോമാണ് അൺഅക്കാഡമി പ്ലസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ എഡ്യൂക്കേറ്ററുമായിട്ട് സംസാരിക്കാം, ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം, കൺസെപ്റ്റിൽ ക്ലാരിറ്റി വരുത്താം. ഓക്കെ, അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ദെൻ നെക്സ്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ബെനിഫിറ്റാണ് സ്ട്രക്ചേർഡ് കോഴ്സസ്. നമ്മൾ പലപ്പോഴും ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും ഒരു ഫ്രഷ് ആസ്പിറന്റ് നേരിടുന്ന ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ സിലബസ് എന്താണെന്നുള്ളത് അറിയില്ല. ഓക്കെ, സിലബസിന്റെ ഹാൻഡ് ഔട്ട് ഒക്കെ കയ്യിലുണ്ടാവും, പക്ഷേ സിലബസ് മനസ്സിലാക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാവും. ഏതൊക്കെയാണ് സ്റ്റഡി മെറ്റീരിയൽസ് എന്നുള്ളത് അറിയാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ, ക്വസ്റ്റ്യൻ പാറ്റേണിനെ കുറിച്ച് അറിയുന്നുണ്ടാവില്ല, അതിൻ്റെ എക്സാം ക്രാക്കിംഗ് സ്ട്രാറ്റജിയെ കുറിച്ച് അദ്ദേഹത്തിന് കാര്യമായ ധാരണ ഉണ്ടാവില്ല. സോ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊവിഷനാണ് സ്ട്രക്ചേർഡ് കോഴ്സസ് എന്ന് പറയുന്നത്. പ്രോപ്പറായി നിങ്ങൾ ഏത് എക്സാമിനാണോ പ്രിപ്പയർ ചെയ്യുന്നത് അതിൻ്റെ കോഴ്സ് നിങ്ങൾക്ക് പ്രോപ്പറായി സ്ട്രക്ചർ ചെയ്യുന്നു. സിലബസ് അനാലിസിസ് മുതൽ നിങ്ങളുടെ റിവിഷൻ ടെസ്റ്റുകളും അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ്, അതുപോലെ തന്നെ റിവിഷൻ മൊഡ്യൂൾസ്, അങ്ങനെയുള്ള എല്ലാം ആയ ഒരു കംപ്ലീറ്റ് പാക്കേജ് തന്നെ നിങ്ങൾക്ക് വേണ്ടി അൺഅക്കാഡമി പ്ലസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് ലൈവ് ടെസ്റ്റ് ആൻഡ് ക്വിസസ് ആണ്. പലപ്പോഴും അൺഅക്കാഡമി ക്ലാസ്സസ് എല്ലാം അറ്റൻഡ് ചെയ്തവർക്ക് മനസ്സിലാവും, നമ്മളുടെ എഡ്യൂക്കേറ്റർ ആപ്പിലെല്ലാം ലൈവ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന എഡ്യൂക്കേറ്റർ ക്വസ്റ്റ്യൻ ഷെയർ ചെയ്യും. നിങ്ങൾക്ക് റിയൽ ടൈം ആയി തന്നെ അതിൽ പങ്കെടുക്കാം. ഓക്കെ, ദെൻ നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആണോ അല്ലയോ, നിങ്ങൾ എത്ര ടൈം എടുത്തു എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് അപ്പം തന്നെ അതിൻ്റെ റിസൾട്ട് കിട്ടുന്നതാണ്. ഓൾസോ അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആക്സസ് കിട്ടും. നിങ്ങൾ ഒരു പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നതിലൂടെ ഒന്നിലധികം ഡിവൈസുകളിൽ നിങ്ങൾക്ക് അൺഅക്കാഡമി കണ്ടന്റ്സ് ആക്സസ് ചെയ്യാൻ സാധിക്കും. ദെൻ അൺഅക്കാഡമിയുടെ സബ്സ്ക്രിപ്ഷൻ പ്ലാൻസ് എന്ന് പറയുന്നത് വളരെ ചീപ്പായ പ്ലാൻസ് ആണ്. ഓക്കെ, ജസ്റ്റ് 350 rupees പെർ മന്ത്. ഓക്കെ, വളരെ കുറവാണ് നമ്മളത് നോക്കുന്ന സമയത്ത്. ദെൻ അൺഅക്കാഡമിയുടെ ലൈവ് ക്ലാസ്സസിൻ്റെ ഒരു ടെംപ്ലേറ്റ് ആണിത്. സോ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവാം, ഓരോ എക്സാംസിൻ്റെയും ഓരോ സബ്ജക്റ്റിനും ഓരോ ഡെസിഗ്നേറ്റഡ് ഫാക്കൽറ്റീസിനെ തന്നെ അൺഅക്കാഡമി അസൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ തന്നെ ഓരോ സബ്ജക്റ്റിനും കൊടുക്കാൻ സാധിക്കും. ഓക്കെ, അല്ലാതെ കളക്റ്റീവായി എല്ലാ സബ്ജക്റ്റുകളും കൂടെ മിക്സ് ചെയ്തൊന്നുമല്ല എടുക്കുന്നത്. ഓരോ സബ്ജക്റ്റിനും അതിൻ്റെ ഓരോ മൊഡ്യൂളിനും അൺഅക്കാഡമി ഫാക്കൽറ്റീസിനെ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ അവൈൽ ചെയ്യേണ്ടത് ജസ്റ്റ് പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുക്കുക എന്നുള്ള കാര്യം മാത്രമാണ്. ദെൻ PSCയിലെ ലീഡിംഗ് ഫാക്കൽറ്റീസിൻ്റെ ഡാഷ്ബോർഡാണിത്. ഓക്കെ, ഇവരിൽ പലരെയും നിങ്ങൾക്ക് പരിചയമുണ്ടാകും, ഇവരിൽ പലരുടെയും ക്ലാസ്സുകൾ നിങ്ങൾ ആക്സസ് ചെയ്തിട്ടുണ്ടാവും. സോ ഇവരുടെ എല്ലാം കംപ്ലീറ്റ് ആൻഡ് കോംപ്രഹെൻസീവ് കണ്ടന്റ് ലഭിക്കുന്നതിന് വേണ്ടി ജസ്റ്റ് അൺഅക്കാഡമി പ്ലസ് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതിയാവും. ഫൈൻ. ദെൻ അൺഅക്കാഡമി ആസ്പിറൻസിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്ത വിവിധ ബാച്ച് കോഴ്സസിൻ്റെ ടെംപ്ലേറ്റ് ആണ്. ഓക്കെ, സോ അൺഅക്കാഡമിയുടെ പോളിസി എന്ന് പറഞ്ഞാൽ നമുക്ക് മുമ്പിൽ ഒരു എക്സാം ഉണ്ടെങ്കിൽ അതിനു വേണ്ടി തീർച്ചയായിട്ടും അൺഅക്കാഡമി ഒരു ബാച്ച് തന്നെ അലോക്കേറ്റ് ചെയ്യും. LDC ആണ് എക്സാം എങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഫാക്കൽറ്റീസിൻ്റെ കയ്യിൽ ആ ബാച്ച് അസൈൻ ചെയ്ത് കൊടുക്കും. അത് LDCക്ക് വേണ്ടി മാത്രമായിട്ടുള്ളതായിരിക്കും. LDCക്ക് വേണ്ടിയിട്ടുള്ള കണ്ടന്റ്, ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ദെൻ വാട്ട് നെക്സ്റ്റ്, കറണ്ട് അഫയേഴ്സ് മൊഡ്യൂൾസ്, അങ്ങനെയുള്ള എല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ദെൻ അൺഅക്കാഡമിയുടെ മറ്റൊരു ബെനിഫിറ്റാണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും അതുപോലെ തന്നെ ലാംഗ്വേജിൻ്റെ എല്ലാം വളരെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു കവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ പല ആസ്പിറൻസിനും നോൺ മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നെല്ലാം വരുന്ന ആസ്പിറൻസ് ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു ഏരിയയാണ് ക്വാണ്ടിൻ്റെ ഏരിയ എന്ന് പറയുന്നത് അല്ലേ. പലപ്പോഴും നമുക്ക് ബാക്കി പല ഏരിയാസിലും നോളേജ് ഉണ്ടാവും,
പക്ഷേ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് സോൾവ് ചെയ്യാനുള്ള സ്കിൽ സെറ്റ് നമുക്ക് ഉണ്ടാവില്ല. സോ നിങ്ങളൊട്ടും ഭയപ്പെടേണ്ട കാര്യമില്ല. ഓക്കെ, SBI PO എക്സാം അതുപോലെ തന്നെ SSC എക്സാംസിനൊക്കെ ക്ലാസ് എടുക്കുന്ന വലിയ ഫാക്കൽറ്റീസ് അൺഅക്കാഡമി പ്ലസിലുണ്ട്. നിങ്ങൾക്ക് അവരുടെ ഫുൾ കോഴ്സസ്, ഉദ്ദേശം 160-ലധികം കോഴ്സസ് നമ്മൾ ഈ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് സെക്ഷന് വേണ്ടി മാത്രം അൺഅക്കാഡമി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഫുൾ മാർക്കും വാങ്ങാൻ പറ്റുന്ന ഒരു സെഗ്മെന്റ് ആണ് ഈ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ദെൻ അതേപോലുള്ള ഒരു ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുന്ന മറ്റൊരു ഏരിയ ആണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. പലപ്പോഴും ഇംഗ്ലീഷ് ഗ്രാമർ അതുപോലെ തന്നെ യൂസേജ്, വേർബ്സ്, അങ്ങനെ ഗ്രാമാറ്റിക്കൽ ആയിട്ടുള്ള സംഭവങ്ങൾ അതെല്ലാം പല ആസ്പിറൻസിനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ബട്ട് ലാംഗ്വേജ് സെക്ഷനും തീർച്ചയായിട്ടും ഫുൾ മാർക്കും വാങ്ങാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. ജസ്റ്റ് നിങ്ങൾ അൺഅക്കാഡമി പ്ലസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അവിടെ എല്ലാം ലാംഗ്വേജസിന്റെ ക്ലാസ്സസ് ഹാൻഡിൽ ചെയ്യുന്ന എക്സ്പേർട്ടുകൾ ഉണ്ടാവും. സോ അവരുടെ മുഴുവൻ ക്ലാസ്സും കണ്ടന്റും നിങ്ങൾക്ക് അൺഅക്കാഡമി പ്ലസിൽ അവൈലബിൾ ആണ്. ദെൻ അൺഅക്കാഡമിയിൽ ലാംഗ്വേജ് ബാരിയർ എന്ന് പറയുന്ന ഒരു പ്രശ്നമേ ഇല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ റീജിയണൽ ലാംഗ്വേജ് ഏതാണോ ആ റീജിയണൽ ലാംഗ്വേജിൽ തന്നെ ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഓക്കെ, മലയാളമാണെങ്കിൽ മലയാളം, തെലുങ്ക് ആണെങ്കിൽ തെലുങ്ക്. ഓക്കെ, നിങ്ങളുടെ റീജിയണൽ ലാംഗ്വേജിൽ ലൈവ് കണ്ടന്റ് ആസ് വെൽ ആസ് റെക്കോർഡഡ് കണ്ടന്റ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം അവൈലബിൾ ആണ്. ദെൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷെഡ്യൂളിൽ നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ, ഒരിക്കലും നിങ്ങൾക്ക് ഒരു ദിവസം എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു, ഓക്കെ, മേ ബി വല്ല അസുഖം വന്നതിൻ്റെ പേരിൽ ഒരിക്കലും നിങ്ങളുടെ ക്ലാസ് നഷ്ടപ്പെടില്ല, കണ്ടന്റ്സ് നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല. ഓക്കെ, അത് ഓൺലൈനിലാണ്, ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ എപ്പോൾ ഫ്രീ ആവുന്നു ആ സമയം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. എവിടെ ഇരുന്നും ഏത് സമയവും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷനുമായിട്ട് മുന്നോട്ട് പോകും. സോ ഒരു കാരണവശാലും നിങ്ങളുടെ പ്രിപ്പറേഷൻ ഡിസ്റപ്റ്റ് ആവില്ല ഇഫ് യു ആർ എ സബ്സ്ക്രൈബർ ടു അൺഅക്കാഡമി പ്ലസ്. ദെൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് തന്നെ നമ്മളുടെ ഫാക്കൽറ്റീസുമായിട്ട് ഓക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ഇന്ററാക്ട് ചെയ്യാം. ഓൾസോ ലൈവ് പോൾസ്. ഓക്കെ, ഓരോ സെഷനിലും ലൈവ് ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻ ഇടും. ഓൾസോ അതിന് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ഡാഷ്ബോർഡ് തരുന്നതാണ്. നിങ്ങൾക്കൊരു ഓൺലൈൻ എക്സാം എല്ലാം ചെയ്യുന്നത് പോലെ തന്നെ ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മതി. അപ്പം തന്നെ അതിൻ്റെ റിസൾട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ദെൻ അൺഅക്കാഡമി ഓരോ എക്സാമിന് ശേഷം ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് ആ സ്റ്റുഡൻറ്റിന് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും അത് ഓട്ടോ ജനറേറ്റഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ്. സോ നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു, എത്ര അൺഅറ്റൻഡഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, എത്ര ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആയിരുന്നു, നിങ്ങൾ എത്ര നെഗറ്റീവ് അടിച്ചു, ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ നിങ്ങൾ ആവറേജ് എത്ര ടൈം കൺസ്യൂം ചെയ്യുന്നുണ്ട്, ഓക്കെ, ടോപ്പറുടെ മാർക്ക് എത്രയാണ്, നിങ്ങളുടെ മാർക്ക് എത്രയാണ്, നിങ്ങൾ തമ്മിൽ ഏത് അളവിൽ ഡിഫർ ചെയ്യുന്നു മുതലായ എല്ലാ കാര്യങ്ങളുടെയും ഒരു കംപ്ലീറ്റ് കോംപ്രിഹെൻസീവ് അനാലിസിസ് അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. ഓക്കെ, സോ അത് ജസ്റ്റ് ആ അനാലിസിസ് കിട്ടുന്നതിൽ തന്നെ നിങ്ങൾ എവിടെയാണ് വീക്ക് ചെയ്യുന്നത്, ഓക്കെ, ഏത് ഏരിയയിലാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുന്നത്, ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ആ വീക്ക്നെസ് പുറത്തു വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, ദെൻ ആ ഏരിയയിൽ ഒരുപാട് വർക്കൗട്ട് ചെയ്യാം. അൺഅക്കാഡമി വീഡിയോസ് യൂസ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ആ ഏരിയയിൽ വർക്കൗട്ട് ചെയ്യാം. അങ്ങനെ നിങ്ങളുടെ ആ പരിമിതിയെ മറികടക്കാൻ അൺഅക്കാഡമി സഹായിക്കുന്നു. ദെൻ നിങ്ങൾക്ക് വേണ്ട എല്ലാ സ്റ്റഡി മെറ്റീരിയൽസും മേ ബി PDFs, PPTs എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾ നോട്ടൊന്നും പ്രിപ്പയർ ചെയ്ത് സമയം കളയേണ്ട ആവശ്യമില്ല. ദെൻ അൺഅക്കാഡമിയുടെ സബ്സ്ക്രിപ്ഷൻ പ്ലാൻസ് എന്ന് പറയുന്നത് മന്ത്ലി പ്ലാൻ മുതൽ 2 വർഷം വരെ ഡ്യൂറേഷനുള്ള പ്ലാൻസ് ഉണ്ട്. ഓക്കെ, നമ്മളുടെ സ്റ്റാർട്ടർ പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ജസ്റ്റ് 1260 റുപ്പീസിന്. നിങ്ങൾക്ക് അൺഅക്കാഡമി പ്ലാറ്റ്ഫോം ഒന്ന് പരിചയപ്പെടണം. ഓക്കെ, എന്തൊക്കെയാണ് ഇവിടുത്തെ കോഴ്സസ്, എങ്ങനെയുണ്ട്, അതിൻ്റെ സ്റ്റാൻഡേർഡ് എന്തൊക്കെയാണ്, ഇത് ജസ്റ്റ് ഒരു ട്രൈ കൊടുക്കാനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾ ഈ 1 month പ്ലാൻ എടുക്കുക. അതല്ല നിങ്ങൾ കുറച്ചുകൂടെ സീരിയസ് ആയ ഒരു കാൻഡിഡേറ്റ് ആണ്, നിങ്ങൾ അടുത്ത് വരുന്ന ഒരു 3 മാസത്തിനകത്ത് വരുന്ന ഒരു എക്സാം ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഓക്കെ യു ക്യാൻ ഗോ ഫോർ ദിസ് 3 months പ്ലാൻ. അപ്പോൾ നിങ്ങൾക്ക് പെർ മന്ത് വെറും 1050 റുപ്പീസ് മാത്രമേ വരുള്ളൂ. ഓക്കെ, അത് വളരെ കുറവാണ്. ഒരു മാസം 1000 രൂപയ്ക്ക് ഇത്രയധികം സബ്ജക്റ്റിൻ്റെ ഇത്രയധികം കണ്ടൻസ് നിങ്ങളുടെ ഗാഡ്ജറ്റിൽ നിങ്ങൾക്കത് ഡൗൺലോഡ് ഓപ്ഷൻ അടക്കം ലൈവ് മാത്രമല്ല, ഓക്കെ, ഡൗൺലോഡ് ഓപ്ഷൻ അടക്കം അവൈലബിൾ ആണെന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ വലിയൊരു കാര്യമാണ്. ദെൻ 6 months പ്ലാൻ ഉണ്ട്, 5040 റുപ്പീസ് ആണ്. ഓക്കെ, സോ അത് മന്ത്ലി ജസ്റ്റ് 840 റുപ്പീസ് മാത്രമേ ഉള്ളൂ. ദെൻ ഇയർലി പ്ലാൻ എന്ന് പറയുന്നത് 6300 ആണ്. ഓൾസോ നിങ്ങളൊരു ലോങ് ടേം ആസ്പിറൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 2 വർഷത്തെ പ്ലാൻ ആയിരിക്കും കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കുക. ഓക്കെ, സോ അങ്ങനെ നോക്കുന്ന സമയത്ത് മാസം വെറും 315 റുപ്പീസ് മാത്രമേ നിങ്ങൾക്ക് വരുള്ളൂ. ദെൻ 6 months, 12 months ആൻഡ് 24 months, അതായത് 2 years, ഇങ്ങനെയുള്ള വലിയ പാക്സ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് EMI ഓപ്ഷൻ അവൈലബിൾ ആണ്. ഓക്കെ,
സോ ഒറ്റയടിക്ക് നിങ്ങൾക്ക് കയ്യിൽ നിന്ന് പൈസ പോകുന്നു, അല്ലെങ്കിൽ ഒറ്റയടിക്ക് കൊടുക്കാൻ അത്രയും പൈസ ഇല്ല എന്നുള്ള ഒരു ബുദ്ധിമുട്ടെല്ലാം നിങ്ങൾക്ക് മാറി കിട്ടും. നിങ്ങൾക്ക് EMI ഓപ്ഷൻ എടുക്കാം. ദെൻ നിങ്ങൾ അൺഅക്കാഡമി സബ്സ്ക്രൈബ് ചെയ്യുന്ന അവസരത്തിൽ എൻ്റെ സബ്സ്ക്രിപ്ഷൻ കോഡായ Arun01, ഓക്കെ, ഈ കോഡ് മറക്കരുത്, Arun01 എന്ന എൻ്റെ ഈ കോഡ് അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 10% ഫ്ലാറ്റ് ഓഫ് കൂടെ അഡീഷണലി അവൈലബിൾ ആണ്. ഓക്കെ, സോ എൻ്റെ സബ്സ്ക്രിപ്ഷൻ കോഡ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ദെൻ നമ്മളുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഭരണഘടനാ ഭേദഗതികളെ കുറിച്ചിട്ടുള്ള ക്ലാസ് ആണ്. ഓക്കെ, നമുക്കറിയാം നമുക്ക് വളരെ ലിഖിതമായ വളരെ ശക്തമായ ഒരു ഭരണഘടന തന്നെ നമുക്കുണ്ട്. ഓക്കെ, ബട്ട് എന്താണ്, പുതിയ കാലത്തിനനുസരിച്ച് കുറച്ച് മാറ്റങ്ങൾ നമുക്ക് എന്ത് കൊണ്ടുവരണം, ഭരണഘടനയിൽ കൊണ്ടുവരണം. അല്ലെങ്കിൽ പുതിയ കാലത്തിന്റെ വെല്ലുവിളികളെ സ്വീകരിക്കുന്ന തരത്തിൽ നമുക്ക് ഭരണഘടനയെ പരിഷ്കരിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അങ്ങനെ ഭരണഘടനയിൽ വരുത്തുന്ന മാറ്റങ്ങളെയാണ് പൊതുവായിട്ട് ഭരണഘടനാ ഭേദഗതികൾ എന്ന് പറയാം. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതൊക്കെയാണ്, എന്താണ് ഭരണഘടനാ ഭേദഗതിയുടെ പ്രോസസ്സ്, ഏത് ആർട്ടിക്കിൾ ഉപയോഗിച്ചാണ് അത് നമ്മൾ ഭേദഗതി ചെയ്യുക, എന്തൊക്കെയാണ് റെസ്ട്രിക്ഷൻസ്, ഓക്കെ, ദെൻ പ്രധാനപ്പെട്ട കേസുകൾ, ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട കേസസ്, ദെൻ കുറച്ച് പ്രീവിയസ് ഇയർ PSC ക്വസ്റ്റ്യൻസ് ഓൾസോ, നമ്മളുടെ കൺസെപ്റ്റ് കുറച്ചുകൂടെ എളുപ്പം ഗ്രാസ്പ് ചെയ്യുന്നതിന് വേണ്ടി ഡിസൈൻ ചെയ്യപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിന്റെ സ്ട്രക്ചർ എന്ന് പറയാം. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ദെൻ ഇതൊരു പക്ക PSC റോ ഫാക്റ്റ് ആണ്. ഇത് അങ്ങനെ തന്നെ നിങ്ങൾ ബൈഹാർട്ട് തന്നെ പഠിച്ചു വെക്കണം. ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് നമ്മളുടെ ഭരണഘടനയിൽ പറയുന്ന ഭാഗം 20ാം ഭാഗം. ഓക്കെ, സോ XX. ഓക്കെ, സോ ആ ഭാഗത്തിലാണ് എന്ത് പറയുന്നത്, ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് പറയുന്ന ഭാഗം 20ാം ഭാഗം XX. ദെൻ ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ ഈസ് ആർട്ടിക്കിൾ 368. അപ്പോൾ 368ാം ആർട്ടിക്കിളിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഭരണഘടനാ ഭേദഗതി ചെയ്യുക. ഓക്കെ, സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്ലൈഡ്, നിങ്ങളുടെ മുമ്പിൽ കാണുന്ന ഈ സ്ലൈഡ് ജസ്റ്റ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ഓക്കെ, സോ ഈ ബോക്സസ് ഒക്കെ നിങ്ങൾക്ക് ലാസ്റ്റ് ടൈം റിവിഷന് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. പാർട്ട് 20 ആർട്ടിക്കിൾ 368. ദെൻ നമ്മൾ പറഞ്ഞു ഭരണഘടനാ ഭേദഗതി ചെയ്യാമെന്ന് പറഞ്ഞു. ബട്ട് നമ്മൾ മുൻ ക്ലാസ്സിൽ ഒരു കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട്, അതായത് ബേസിക് സ്ട്രക്ചർ. ഓക്കെ, സോ എന്താണ് ബേസിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ, നമ്മൾ പറഞ്ഞു ഭരണഘടന ഭേദഗതി ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ കോടതി ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിന് ഒരു അതിർവരമ്പ് നിശ്ചയിച്ചിട്ടുണ്ട്. ഓക്കെ, ആ അതിർവരമ്പാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവം, ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവത്തെ മാറ്റുന്ന ഒരു ഭരണഘടനാ ഭേദഗതിയും കോടതി അനുവദിക്കില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭരണഘടനാ ഭേദഗതി നമ്മൾ കൊണ്ടുവന്നാലും തീർച്ചയായിട്ടും അത് കോടതിയിൽ എത്തുമ്പോൾ തള്ളിപ്പോവും. സോ അതാണ് ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ എന്ന് പറയുന്നത്. ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവത്തെ മാറ്റുന്ന ഒരു ഭരണഘടനാ ഭേദഗതിയും പാർലമെന്റിന് അവതരിപ്പിക്കാൻ അധികാരം ഇല്ല. അപ്പൊ അതൊന്ന് ഓർത്തു വയ്ക്കുക, ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ. ഇനി നമുക്ക് നോക്കാം എന്താണ് ഈ പറയുന്ന ഭരണഘടനാ ഭേദഗതിയുടെ പ്രോസസ്. ഓക്കെ, സോ ജസ്റ്റ് ഈ റൈറ്റിംഗ്സ് ഒക്കെ ഒന്ന് മാറ്റുന്നത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഈ ഒരു ടൈം ഒന്ന് നോക്കി വെച്ചിട്ട് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. അത് നിങ്ങളുടെ പിന്നീടുള്ള റിവിഷനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സോ എന്താണ് ഭരണഘടനാ ഭേദഗതി ചെയ്യുന്ന പ്രക്രിയ? ഓക്കെ, നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ ഏതാണ്, ആർട്ടിക്കിൾ 368. ഓക്കെ, അതിന്റെ അടിസ്ഥാനത്തിൽ ഭരണഘടന ഭേദഗതി ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ഓക്കെ, ഭരണഘടന ഭേദഗതി ചെയ്യുന്നത് ഒരു നിയമത്തിലൂടെ തന്നെയാണ്. ഓക്കെ, ഭരണഘടനാ ഭേദഗതി നിയമം, ഭരണഘടനാ ഭേദഗതി ബിൽ. ഓക്കെ, അപ്പൊ ആദ്യം എന്ത് വേണം, നമ്മളൊരു ബില്ല് അവതരിപ്പിക്കണം അല്ലെ. അപ്പൊ നമ്മളൊക്കെ നമ്മളുടെ സംസ്ഥാനത്തൊക്കെ എന്തെങ്കിലും ഒരു പ്രൊവിഷൻ ഒക്കെ കൊണ്ടുവരണമെങ്കിലൊക്കെ എന്താണ് ചെയ്യുക, നമ്മൾ ആദ്യം നിയമസഭയിൽ ഒരു ബില്ല് അവതരിപ്പിക്കുകയാണ് ചെയ്യുക. അപ്പൊ ഭരണഘടന ഭേദഗതി ചെയ്യുമ്പോഴും അത് തന്നെയാണ് പ്രോസസ്സ് അല്ലെ, ഒരു നിയമനിർമ്മാണം തന്നെയാണ് പ്രോസസ്സ്. ഓക്കെ, നമ്മളൊരു ഭരണഘടനാ ഭേദഗതി നിയമമാണ് പാസ്സാക്കി എടുക്കേണ്ടത്. അപ്പൊ അതിന്റെ ആദ്യ പടി എന്നോണം എന്ത് ചെയ്യും, നമ്മൾ ഒരു ബില്ല് അവതരിപ്പിക്കും. ദെൻ ആ ബില്ല് എവിടെയാണ് അവതരിപ്പിക്കുക, രാജ്യസഭയിലാണോ ലോക്സഭയിലാണോ? ഏത് സഭയിൽ വേണമെങ്കിലും അവതരിപ്പിക്കാം. രണ്ട് സഭകളിൽ ഏതിൽ വേണമെങ്കിലും അവതരിപ്പിക്കാം. രാജ്യസഭയിലും അവതരിപ്പിക്കാം, അതുപോലെ തന്നെ ലോക്സഭയിലും അവതരിപ്പിക്കാം. ദെൻ പിന്നെ എന്ത് ചെയ്യണം, ആ ബില്ല് സഭയിൽ പാസ്സാവണം. എങ്ങനെ പാസ്സാവണം? സ്പെഷ്യൽ മെജോറിറ്റി വെച്ച് പാസ്സാവണം. ഓക്കെ, സിമ്പിൾ മെജോറിറ്റി അല്ല. സിമ്പിൾ മെജോറിറ്റിയും സ്പെഷ്യൽ മെജോറിറ്റിയും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, സിമ്പിൾ മെജോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്,
സഭയുടെ ആകെ അംഗബലത്തിന്റെ പകുതിയിലധികം. ഇപ്പൊ 200 പേര് ആണ് സഭയുടെ അംഗബലമെങ്കിൽ നമുക്ക് 101 പേര് അനുകൂലിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ഒരു ബില്ലിനെ പാസ്സാക്കി എടുക്കാം. അങ്ങനെ പാസ്സാക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? സിമ്പിൾ മെജോറിറ്റി. ഓക്കെ, സിമ്പിൾ മെജോറിറ്റി യൂസ് ചെയ്ത് പാസ്സാക്കുന്നത്. ദെൻ സ്പെഷ്യൽ മെജോറിറ്റി. ഓക്കെ, സ്പെഷ്യൽ മെജോറിറ്റി ഉപയോഗിച്ച് പാസ്സാക്കുകയാണെങ്കിൽ നമ്മൾക്ക് ആകെ അംഗബലത്തിന്റെ പകുതിയിലധികം. ഓക്കെ, എത്രയാണോ അംഗബലം ഉള്ളത്, ഇപ്പോൾ 200 പേരാണുള്ളതെങ്കിൽ 101 പേര്. ഓക്കെ, 101 പേരുടെ പിന്തുണ വേണം. ഇനി അത് കൂടാതെ സഭയുടെ ആകെ അംഗബലത്തിന്റെ സഭയിൽ എത്ര പേര്, ഇപ്പൊ സഭയുടെ ആകെയുള്ള അംഗബലത്തിന്റെ പകുതിയിലധികം വേണം. അത് സ്പെഷ്യൽ മെജോറിറ്റിയുടെ ആദ്യത്തെ കണ്ടീഷൻ. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ആ സഭയിൽ എത്ര വ്യക്തികൾ അറ്റൻഡൻസ് ഉണ്ടോ, അല്ലെങ്കിൽ എത്ര വ്യക്തികൾ ആ സഭയിൽ ഹാജരുണ്ടോ അതിൽ 2/3 ഭൂരിപക്ഷം കൂടെ വേണം. ഓക്കെ, ഇപ്പൊ സഭയിൽ 200 പേര്, 200 അംഗബലം 200 ഉണ്ട്. ഓക്കെ, ദെൻ 150 പേരെ അന്ന് ഹാജരായുള്ളൂവെങ്കിൽ ആദ്യം ഈ 100ന്റെ പകുതിയിലധികം, അതായത് 200ന്റെ പകുതിയിലധികം, അതായത് 101 അംഗങ്ങളുടെ പിന്തുണ വേണം. അതുകൂടാതെ അവിടെ ഇപ്പോൾ ഹാജരായിട്ടുള്ള 150ൽ 2/3 പേരുടെ, ഓക്കെ, 2/3 പേരുടെ പിന്തുണ കൂടെ ഇതിനെ ഉറപ്പുവരുത്തണം. അതാണ് സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറയുന്നത്. അപ്പൊ സിമ്പിൾ മെജോറിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് പകുതിയിലധികം മാത്രം മതി. എന്നാൽ സ്പെഷ്യൽ മെജോറിറ്റിക്ക് പകുതിയിലധികവും അതുകൂടാതെ സഭയിൽ അന്ന് ഹാജരായ അംഗങ്ങളുടെ 2/3 ഭൂരിപക്ഷം കൂടെ വേണം. ദെൻ ആർക്കാണ് ഭരണഘടനാ ഭേദഗതി ബിൽ അവതരിപ്പിക്കാനുള്ള അവകാശം? അത് ഒരു മിനിസ്റ്റർക്ക് അവതരിപ്പിക്കാം, അതുപോലെ തന്നെ എന്താണ്, പ്രൈവറ്റ് മെമ്പർക്കും അവതരിപ്പിക്കാം. എന്താണ് പ്രൈവറ്റ് മെമ്പർ എന്ന് പറഞ്ഞാൽ? അതായത് ക്യാബിനറ്റിന്റെ ഭാഗം ആകാത്ത വ്യക്തികളൊക്കെ ആരാണ്? പ്രൈവറ്റ് മെമ്പേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ അത് ഒരു പ്രൈവറ്റ് മെമ്പർക്കും എന്ത് ചെയ്യാം? ഭരണഘടനാ ഭേദഗതി ഇനീഷ്യേറ്റ് ചെയ്യാം. മന്ത്രി തന്നെ വേണമെന്ന് നിർബന്ധമില്ല. അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് ഈ അവതരിപ്പിച്ച ബില്ല് പാസ്സാക്കി എടുക്കണം അല്ലെ? ഓരോ ഹൗസും പാസ്സാക്കണം. ലോക്സഭ പാസ്സാക്കണം, അതുപോലെ തന്നെ രാജ്യസഭയും പാസ്സാക്കണം. അതും ഇൻഡിവിജ്വലായി തന്നെ പാസ്സാക്കണം. ഇനി എതിർപ്പുണ്ട്, ഇപ്പൊ രാജ്യസഭയിൽ ഒരു ബില്ല് പാസ്സായി, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ബില്ല് പാസ്സായി, പക്ഷെ ലോക്സഭയിൽ ആ ബില്ല് പാസ്സായില്ല. അല്ലെങ്കിൽ ലോക്സഭയിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ബില്ല് പാസ്സായി, പക്ഷെ രാജ്യസഭയിൽ അത് പാസ്സായില്ല എങ്കിൽ രണ്ട് സഭകളെയും ഒന്നിച്ചിരുത്തി പാസ്സാക്കാനുള്ള പ്രൊവിഷൻ ഇല്ല. നമുക്കറിയാം ജോയിന്റ് സിറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു ഭരണഘടനയിലെ ഒരു പ്രൊവിഷൻ ഉണ്ട്. അതായത് ഏതെങ്കിലും ഒരു നിയമം, ഇപ്പൊ രാജ്യസഭയിൽ ഒരു നിയമം പാസ്സായി, ലോക്സഭയിൽ ഒരു നിയമം പാസ്സായി, രാജ്യസഭയിൽ അത് പാസ്സായില്ല എങ്കിൽ ഗവൺമെന്റിന് അതുമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യാം? രാജ്യസഭയുടെയും അതുപോലെ തന്നെ ലോക്സഭയുടെയും ഒരു സംയുക്ത സമ്മേളനം വിളിക്കാൻ പറ്റും. ഓക്കെ, ലോക്സഭാ സ്പീക്കർ തന്നെയാണ് അത് പ്രിസൈഡ് ചെയ്യുക. ആ സംയുക്ത സമ്മേളനത്തിൽ എന്ത് ചെയ്യാം? പാസ്സായാലും ആ ബില്ല് പാസ്സായതായി കണക്കാക്കാം. പക്ഷേ ഭരണഘടനാ ഭേദഗതിക്ക് അത്തരം ഒരു സൗകര്യമില്ല. ഓരോ ഹൗസും ഇൻഡിവിജ്വലി തന്നെ അത് പാസ് ചെയ്യണം. ഓക്കെ, സോ ഒരിക്കലും ജോയിന്റ് സിറ്റിംഗിന്റെ പ്രൊവിഷൻ ഇല്ല. അത് പ്രത്യേകം ഒന്ന് ഓർക്കേണ്ട കാര്യമാണ്. ദെൻ പാസ്സാക്കിയ ശേഷം എന്ത് ചെയ്യുന്നു? പ്രസിഡന്റിന് അത് അയച്ചു കൊടുക്കുന്നു. ഓക്കെ, പ്രസിഡന്റിന് ഒരു ഭരണഘടനാ ഭേദഗതി ബില്ല് വന്നാൽ അദ്ദേഹത്തിന് അത് തിരിച്ചയക്കാനോ ഒപ്പിടാതെ ഇരിക്കാനോ അനിശ്ചിതകാലത്തേക്ക് മാറ്റിവെക്കാനോ സാധിക്കില്ല. അദ്ദേഹം കണിശമായും അത് സൈൻ ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ അദ്ദേഹം സൈൻ ചെയ്യുന്നതോടുകൂടി അതെന്തായി? അതൊരു ഭരണഘടനാ ഭേദഗതി നിയമമായി. സോ വിത്ത് എഫക്റ്റ് എന്തായി? ഭരണഘടന ഭേദഗതി ചെയ്യപ്പെട്ടു. ഇനി ഇതിലൊരു ചെറിയ ട്വിസ്റ്റ് വരുന്നത് എപ്പോഴാന്ന് വെച്ചാൽ, ഈ ഭരണഘടന ഭേദഗതി ബില്ല് അവതരിപ്പിക്കുമ്പോൾ ആ ബില്ല് നമ്മളുടെ ഫെഡറൽ ക്യാരക്ടറിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ പലപ്പോഴും പറയുന്നുണ്ടല്ലേ, നമ്മളുടെ രാജ്യം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫെഡറൽ സംവിധാനമാണ്. സംസ്ഥാനങ്ങൾക്ക് അധികാരമുണ്ട്, അതുപോലെ തന്നെ കേന്ദ്രത്തിനും അധികാരമുണ്ട്. അപ്പൊ സംസ്ഥാനങ്ങളുടെ ഏതെങ്കിലും അധികാരത്തിലേക്ക് അല്ലെങ്കിൽ സംസ്ഥാന ലിസ്റ്റിലുള്ള ഏതെങ്കിലും കാര്യത്തിലേക്ക് കടന്നു കയറുന്ന നിയമമാണെങ്കിൽ അതെന്ത് ചെയ്യണം? അതിനെ സംസ്ഥാനങ്ങൾക്ക് റെഫർ ചെയ്ത് കൊടുക്കണം. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും റെഫർ ചെയ്ത് കൊടുക്കണം. അപ്പൊ പകുതിയിലധികം സംസ്ഥാനങ്ങൾ ആ ഭേദഗതിയെ അനുകൂലിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അതെന്താവുള്ളൂ? പാസ്സാവുള്ളൂ. ഓക്കെ, അതായത് സംസ്ഥാനത്തിന്റെ അധികാരത്തിലേക്കുള്ള കടന്നുകയറ്റം ഉണ്ടെങ്കിൽ, ഫെഡറൽ പ്രൊവിഷൻസിൽ മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ അതെന്ത് വേണം? സംസ്ഥാനങ്ങൾക്ക് അയച്ചു കൊടുക്കണം. ദെൻ സംസ്ഥാനങ്ങൾ എന്താണ്? പകുതിയിലധികം സംസ്ഥാനങ്ങൾ. അപ്പോൾ ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളുണ്ടോ അതിന്റെ പകുതിയിലധികം അംഗീകരിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? ഈ ഭരണഘടനാ ഭേദഗതി ബിൽ പാസ്സാവുള്ളൂ. ദെൻ സംസ്ഥാന നിയമസഭയിൽ നമുക്ക് എന്ത് വേണ്ട? സ്പെഷ്യൽ മെജോറിറ്റി വേണ്ട, സിമ്പിൾ മെജോറിറ്റി മതി.
അപ്പോൾ കേന്ദ്രം ഒരു ഭരണഘടനാ ഭേദഗതി ബില്ല് പാർലമെന്റിൽ പാസ്സാക്കി സംസ്ഥാനങ്ങൾക്ക് അയച്ചു കൊടുത്താൽ പകുതിയിലധികം സംസ്ഥാനങ്ങൾ സിമ്പിൾ മെജോറിറ്റിയിൽ അത് പാസ്സാക്കി തിരിച്ചയച്ചു കൊടുക്കുക. ദെൻ അത് പ്രസിഡന്റിന് അയച്ചു കൊടുക്കുന്നു. അദ്ദേഹം അംഗീകരിക്കുന്നതോടുകൂടി ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുന്നു. സോ ഇതാണ് നമ്മളുടെ ഭരണഘടനാ ഭേദഗതിയുടെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ഓർക്കുക, ഏത് ഹൗസിൽ വേണമെങ്കിലും നമുക്ക് അവതരിപ്പിക്കാം. ദെൻ എന്താണ്, ഒരിക്കലും മിനിസ്റ്റർക്ക് മാത്രമേ അത് അവതരിപ്പിക്കാൻ പറ്റുള്ളൂ എന്നില്ല. ഏത് അംഗത്തിന് വേണമെങ്കിലും ഭരണഘടനാ ഭേദഗതി ബിൽ അവതരിപ്പിക്കാം. സ്പെഷ്യൽ മെജോറിറ്റി വേണം. ഫെഡറൽ പ്രൊവിഷൻസ് മാറ്റുന്നുണ്ടെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് റെഫർ ചെയ്യും. സംസ്ഥാനങ്ങൾ സിമ്പിൾ മെജോറിറ്റിയിൽ പാസ് ചെയ്താൽ മതി. ഇത്രയാണ് ഭരണഘടനാ ഭേദഗതിയുടെ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി അതിനോടനുബന്ധിച്ച് ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തു നോക്കാം. ഓക്കെ, ഇതൊക്കെ PSCയുടെ പുതിയ പാറ്റേണിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനൊക്കെ ശേഷം മാറ്റപ്പെട്ട ഈ അടുത്ത കാലത്ത് KASലൂടെ PSC ഒന്നുകൂടെ പറയാതെയൊക്കെ പറയുന്ന പുതിയ പാറ്റേൺ അനുസരിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഫസ്റ്റ് വൺ, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ബിൽ ക്യാൻ ഓൺലി ബി ഇനിഷ്യേറ്റഡ് ബൈ എ മിനിസ്റ്റർ. അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചു നോക്കൂ. Ratification of states is compulsory for all constitutional amendments. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? ഭരണഘടനാ ഭേദഗതി ബില്ല് എല്ലാ തരത്തിൽപ്പെട്ട ഭരണഘടനാ ഭേദഗതി ബില്ലിനും എന്ത് വേണം? സംസ്ഥാനങ്ങളുടെ അംഗീകാരം വേണമെന്നാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ദെൻ തേർഡ് സ്റ്റേറ്റ്മെന്റ്, സിമ്പിൾ മെജോറിറ്റി ഓഫ് മോർ ദാൻ ഹാഫ് സ്റ്റേറ്റ്സ് ഈസ് നീഡഡ് ഫോർ അമെൻഡ്മെന്റ്സ് എഫക്റ്റിംഗ് ദ ഫെഡറൽ ഫീച്ചേഴ്സ്. അതായത് സംസ്ഥാനങ്ങളുടെ അധികാര പരിധിയിലേക്ക് കടന്നു കയറുന്ന ഒരു ബില്ലാണെങ്കിൽ പകുതിയിലധികം സംസ്ഥാനങ്ങളുടെ അംഗീകാരം വേണമെന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മളോട് ക്വസ്റ്റ്യൻ എന്താണ്? സെലക്ട് ദ റോങ് സ്റ്റേറ്റ്മെന്റ്. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചിലപ്പോൾ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നായിരിക്കും തന്നിട്ടുണ്ടാവുക, ചിലപ്പോൾ റോങ് സ്റ്റേറ്റ്മെന്റ് എന്നായിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? തെറ്റുത്തരം ഏത് എന്നാണ്. നമ്മൾ മുമ്പ് പഠിച്ചു, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ആർക്കാണ്? പ്രൈവറ്റ് മെമ്പർക്കോ അല്ലെങ്കിൽ മിനിസ്റ്റർക്കോ കൊണ്ടുവരാം. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. ഓക്കെ, ദെൻ സെക്കൻഡ്, റാറ്റിഫിക്കേഷൻ ഓഫ് സ്റ്റേറ്റ് ഈസ് കമ്പൽസറി ഫോർ ഓൾ. ആ കീവേഡ് നോക്കണം, ഫോർ ഓൾ, എല്ലാ ഭരണഘടനാ ഭേദഗതികൾക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റാണ് അല്ലെ? എന്താണ്? സംസ്ഥാനങ്ങളുടെ അധികാര പരിധിയിലേക്ക് പോകുന്ന ബില്ലുകൾക്ക് മാത്രം സംസ്ഥാനങ്ങളുടെ അംഗീകാരം വാങ്ങിച്ചാൽ മതി. സോ സ്റ്റേറ്റ്മെന്റ് 2 റോങ് ആണ്. ദെൻ സ്റ്റേറ്റ്മെന്റ് 3 എന്താ പറഞ്ഞിരിക്കുന്നത്? സിമ്പിൾ മെജോറിറ്റി ഓഫ് മോർ ദാൻ ഹാഫ് സ്റ്റേറ്റ്സ് ഈസ് നീഡഡ് ഫോർ അമെൻഡ്മെന്റ് അഫക്റ്റിംഗ് ദ ഫെഡറൽ ഫീച്ചേഴ്സ്. ഫെഡറൽ തത്വങ്ങളെ ബാധിക്കുന്ന ഭരണഘടനാ ഭേദഗതിയാണെങ്കിൽ പകുതിയിലധികം സംസ്ഥാനങ്ങളുടെ അംഗീകാരം വേണം. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. പക്ഷെ നമ്മൾ ഒരിക്കലും C പോയി എടുക്കരുത്. കാരണം നമ്മളോട് ചോദിച്ചത് തെറ്റായ സ്റ്റേറ്റ്മെന്റ്സ് എഴുതുകയാണ്. അപ്പോൾ 1 ഉം 2 ആണ് ആൻസർ. എന്താണ്? ബോക്സ് B ആണ് ആൻസർ. ഓക്കെ, ഇതെല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. ദെൻ നമ്മൾ പറഞ്ഞതുപോലെ ആർട്ടിക്കിൾ 368 ഉപയോഗിച്ച് സ്പെഷ്യൽ മെജോറിറ്റിയിൽ നമുക്ക് ഭേദഗതി ചെയ്യാം. ഓക്കെ, ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്പെഷ്യൽ മെജോറിറ്റി ആൻഡ് കൺസെന്റ് ഓഫ് സ്റ്റേറ്റ്സ്, സംസ്ഥാനങ്ങളുടെ അംഗീകാരം കൂടെ വാങ്ങിക്കുന്ന ഭരണഘടനാ ഭേദഗതികളുണ്ട്. ഇനി ഇതൊന്നും അല്ലാതെ സിമ്പിൾ മെജോറിറ്റിയിൽ നമുക്ക് കുറച്ച് ഭരണഘടനാ ഭേദഗതികൾ പാസ്സാക്കാൻ സാധിക്കും. അപ്പൊ ഇത് ഒക്കെ ആർട്ടിക്കിൾ 368 പുറത്ത് നിൽക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഈ സിമ്പിൾ മെജോറിറ്റിയിൽ പാസ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ ആർട്ടിക്കിൾ 368 പുറത്ത് നിൽക്കുന്ന സംഭവമാണ്. 368 പാസ്സാക്കുന്നത് ഈ സ്പെഷ്യൽ മെജോറിറ്റിയും അതുപോലെ തന്നെ സ്റ്റേറ്റ്സിന്റെ കൺസെന്റ് വാങ്ങിച്ചും പാസ്സാക്കുന്നതാണ്. അപ്പൊ ഏതൊക്കെയാണ് നോക്കൂ? സിമ്പിൾ മെജോറിറ്റിയിൽ പാസ്സാക്കാൻ സാധിക്കുന്നത്, അതായത് എത്രയാണോ പാർലമെന്റിലെ സഭയുടെ അംഗബലം അതിൽ പകുതിയിലധികം അംഗങ്ങൾ അംഗീകരിച്ചാൽ പാസ്സാക്കാൻ സാധിക്കുന്ന ഭരണഘടനാ ഭേദഗതികൾ ഏതൊക്കെയാണ്? അഡ്മിഷൻ ഓർ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ന്യൂ സ്റ്റേറ്റ്സ്, അല്ലെ, പുതിയ സ്റ്റേറ്റുകളെ സൃഷ്ടിക്കുന്നത്, ഓക്കെ, അല്ലെങ്കിൽ സ്റ്റേറ്റുകളെ മർജ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സിമ്പിൾ മെജോറിറ്റി മതി. ഫോർമേഷൻ ഓഫ് ന്യൂ സ്റ്റേറ്റ്സ് ആൻഡ് ആൾട്ടറേഷൻ ഓഫ് ഏരിയാസ്, ബൗണ്ടറീസ് ആൻഡ് നെയിംസ് ഓഫ് എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ്സ്. ഓക്കെ, അപ്പോൾ സംസ്ഥാനങ്ങളുടെ അതിർത്തികൾ മാറ്റുന്നത്, അതുപോലെ തന്നെ പേരുകൾ മാറ്റുന്നത്, അതുപോലെ തന്നെ അവരുടെ ഏരിയ മാറ്റാനൊക്കെ നമുക്ക് സിമ്പിൾ മെജോറിറ്റി മതി. ഓക്കെ, അപ്പോൾ നാളെ കേരളത്തെ 2 സംസ്ഥാനമാക്കി മാറ്റണമെങ്കിൽ എന്ത് മതി? പാർലമെന്റിന് ഒരു ആക്ടിലൂടെ തന്നെ അതിനെ മാറ്റാൻ സാധിക്കുന്നതാണ്. അതിന് സിമ്പിൾ മെജോറിറ്റി മതി, സ്പെഷ്യൽ മെജോറിറ്റിയുടെ പോലും ആവശ്യമില്ല. ദെൻ സംസ്ഥാനങ്ങളിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് സ്റ്റാർട്ട് ചെയ്യാൻ, അല്ലെ, ഇപ്പൊ നമ്മളുടെ നിയമസഭയിൽ ആര് മാത്രമേ ഉള്ളൂ? ലെജിസ്ലേറ്റീവ് അസംബ്ലി മാത്രമേ ഉള്ളൂ. എന്നാൽ പല സംസ്ഥാനങ്ങളിലും കർണാടക, മഹാരാഷ്ട്ര ഒക്കെ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ എന്തുണ്ട്? ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു സഭ കൂടെയുണ്ട്. അപ്പൊ അത് ആരംഭിക്കാനൊക്കെ എന്ത് മതി? സിമ്പിൾ മെജോറിറ്റി മതി. ദെൻ അതുപോലെ തന്നെ സെക്കൻഡ് ഷെഡ്യൂളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ,
ദെൻ പാർലമെന്റിന്റെ കോറം. എന്താണ് പാർലമെന്റിന്റെ കോറം എന്ന് പറയുന്നത്? ഇപ്പൊ പാർലമെന്റ് സമ്മേളിക്കണമെങ്കിൽ എത്ര ആൾക്കാർ വേണം, അല്ല ഇത്ര ആള് ഹാജരുണ്ടെങ്കിൽ മാത്രമേ സമ്മേളിക്കുള്ളൂ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കോറം ഡിസൈഡ് ചെയ്യാനെല്ലാം സിമ്പിൾ മെജോറിറ്റി മതി. ദെൻ എം പിമാരുടെ ശമ്പളം, ഓക്കെ, മറ്റ് ആനുകൂല്യങ്ങൾ അത് വർദ്ധിപ്പിക്കുന്നതിനോ പുതിയ കാര്യങ്ങൾ പുതിയ ആനുകൂല്യങ്ങൾ അനുവദിക്കുന്നതിനോ ഒക്കെ സിമ്പിൾ മെജോറിറ്റി മതി. ദെൻ പാർലമെന്റിന്റെ റൂൾസ് ഓഫ് പ്രൊസീജിയർ. പാർലമെന്റിൽ എങ്ങനെയാണ് ഒരു ബിസിനസ് കൊണ്ടുപോവുക, അതിന് വ്യക്തമായ ഒരു റൂൾസ് ഓഫ് പ്രൊസീജിയർ ഉണ്ടാവും, അല്ലെ? അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ, അങ്ങനെയുള്ള പാർലമെന്ററി നിയമങ്ങളിൽ മാറ്റങ്ങൾ വരുത്താൻ സിമ്പിൾ മെജോറിറ്റി മതി. ദെൻ പാർലമെന്റിന്റെ അധികാരങ്ങൾ, പ്രിവിലേജസ് ഓഫ് ദ പാർലമെന്റ്, അതിനും നമുക്ക് സിമ്പിൾ മെജോറിറ്റി മതി. യൂസ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇൻ പാർലമെന്റ്. പാർലമെന്റിൽ ഇംഗ്ലീഷ് ഏതെങ്കിലും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഇംഗ്ലീഷിനെ ഒരു ഭാഷയായിട്ട് ഉപയോഗിക്കാൻ നിർദ്ദേശം കൊടുക്കുന്നതിനൊക്കെ നമുക്ക് സിമ്പിൾ മെജോറിറ്റി മതി. ഓക്കെ. ദെൻ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം, ചീഫ് ജസ്റ്റിസ് ഒഴിച്ച് ബാക്കി സുപ്രീം കോടതിയിലെ മറ്റ് ജഡ്ജിമാരുടെ എണ്ണത്തെക്കുറിച്ച് തീരുമാനിക്കാൻ, അല്ലെ, അത് കൂട്ടാനൊക്കെ പാർലമെന്റിന് സിമ്പിൾ മെജോറിറ്റി മതി. അതുപോലെ തന്നെ സുപ്രീം കോടതി കൺഫർമെന്റ് ഓഫ് മോർ ജൂറിസ്ഡിക്ഷൻ ഓൺ ദ സുപ്രീം കോടതി, സുപ്രീം കോടതിക്ക് കൂടുതൽ അധികാരങ്ങൾ അനുവദിച്ചു കൊടുക്കുന്നതിന് എന്ത് മതി? സിമ്പിൾ മെജോറിറ്റി മാത്രം മതി. ഓക്കെ. ദെൻ ഒഫീഷ്യൽ ലാംഗ്വേജ്, ഔദ്യോഗിക ഭാഷ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കാൻ സിമ്പിൾ മെജോറിറ്റി മതി. ദെൻ അതുപോലെ തന്നെ സിറ്റിസൺഷിപ്പ്, പൗരത്വം നേടുന്നതിനും അതുപോലെ തന്നെ പൗരത്വം ടെർമിനേറ്റ് ചെയ്യുന്നതിനുമുള്ള നിയമങ്ങൾ, അതിനും നമുക്ക് എന്ത് മതി? സിമ്പിൾ മെജോറിറ്റി മതി. ദെൻ പാർലമെന്റിലേക്കും അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭകളിലേക്കുമുള്ള എലക്ഷൻസ്, ഡിലിമിറ്റേഷൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യുവൻസീസ്, എന്താണ്? പുതിയ മണ്ഡലങ്ങൾ നിർണ്ണയിക്കുന്നതിനും മണ്ഡലങ്ങളുടെ അതിർത്തികൾ മാറ്റി വരയ്ക്കുന്നതിനുമൊക്കെ എന്ത് മതി? നമുക്ക് സിമ്പിൾ മെജോറിറ്റി മതി. ദെൻ കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട ഭരണപരമായ കാര്യങ്ങൾ, അതുപോലെ തന്നെ 5ാം ഷെഡ്യൂളിൽ ഉൾപ്പെട്ട പട്ടികജാതി പട്ടികവർഗ മേഖലകളിലേക്ക് വേണ്ട കാര്യങ്ങൾ തീരുമാനിക്കാൻ സിമ്പിൾ മെജോറിറ്റി മതി. ഓക്കെ. ദെൻ ട്രൈബൽ ഏരിയാസിന്റെ അഡ്മിനിസ്ട്രേഷൻ, 6th ഷെഡ്യൂളിൽ പറയുന്ന ട്രൈബൽ ഏരിയാസിന്റെ അഡ്മിനിസ്ട്രേഷനിലും തീരുമാനങ്ങൾ എടുക്കാൻ എന്ത് മാത്രം മതി? സിമ്പിൾ മെജോറിറ്റി മതി. ദെൻ സ്പെഷ്യൽ മെജോറിറ്റി ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ. സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറഞ്ഞാൽ പകുതിയിലധികം അംഗങ്ങൾ, അത് കൂടാതെ ഹാജരായ അംഗങ്ങളിലെ 2/3 ഭൂരിപക്ഷം. അപ്പോൾ മൗലിക അവകാശങ്ങൾ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, നിർദ്ദേശക തത്വങ്ങൾ, പിന്നെ ഇതിൽ ഉൾപ്പെടാത്ത മറ്റ് കാര്യങ്ങളും എന്താണ്? ഈ പറയുന്ന സ്പെഷ്യൽ മെജോറിറ്റി ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കുള്ളൂ. ദെൻ സ്പെഷ്യൽ മെജോറിറ്റിയും അതുപോലെ തന്നെ സംസ്ഥാനങ്ങളുടെ അംഗീകാരവും വാങ്ങിക്കേണ്ട കാര്യങ്ങൾ. അതൊന്ന് പ്രസിഡന്റ് ഇലക്ഷൻ. ഓക്കെ. പ്രസിഡന്റിനെ എലക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീർച്ചയായിട്ടും എന്ത് വേണം? സംസ്ഥാനങ്ങളുടെ അംഗീകാരം വാങ്ങേണ്ട ആവശ്യമുണ്ട്. ദെൻ കേന്ദ്ര ഗവൺമെന്റിന്റെ എക്സിക്യൂട്ടീവ് പവർ ഏത് എക്സ്റ്റെൻഡ് വരെ പോകാമെന്ന് തീരുമാനം, അതിനും സംസ്ഥാനങ്ങളുടെ അംഗീകാരം വാങ്ങണം. ദെൻ സുപ്രീം കോടതിയും ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ തീരുമാനിക്കാൻ, ജഡ്ജസിന്റെ എണ്ണം അല്ലാതെ മറ്റു കാര്യങ്ങൾ തീരുമാനിക്കാൻ എന്ത് വേണം? സ്പെഷ്യൽ മെജോറിറ്റി വേണം. സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള നിയമനിർമ്മാണ അധികാരം പരസ്പരം പങ്കുവെക്കപ്പെടുന്നതിൽ എന്ത് വേണം? സംസ്ഥാനങ്ങളുടെ അംഗീകാരം വാങ്ങണം. ദെൻ 7th ഷെഡ്യൂളിൽ കിടക്കുന്ന ഏതെങ്കിലും കാര്യങ്ങളിൽ മാറ്റം വരുത്തണമെങ്കിൽ അത് വേണം. സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം, പാർലമെന്റിലെ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം, അതായത് രാജ്യസഭാ സീറ്റ് അങ്ങനെയൊക്കെയുള്ള പ്രാതിനിധ്യം, ദെൻ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ എന്ത് വേണം? സ്പെഷ്യൽ മെജോറിറ്റി വേണം. അതുപോലെ തന്നെ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള പാർലമെന്റിന്റെ അധികാരം, ആർട്ടിക്കിൾ 368 പ്രകാരമുള്ള പാർലമെന്റിന്റെ അധികാരം, ഓക്കെ, അതുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ വരുത്തുന്നതിനും എന്ത് വേണം? സംസ്ഥാനങ്ങളുടെ അംഗീകാരം വേണം. അപ്പൊ ഇതാണ് 3 തരത്തിലുള്ള ഭേദഗതി എന്ന് പറയുന്നത്. ദെൻ നമുക്കിനി അടുത്തത് പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ പറഞ്ഞു, ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്, അതായത് ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവം മാറ്റാൻ സാധിക്കില്ല. അപ്പൊ എന്താണ് അടിസ്ഥാന സ്വഭാവം എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. സോ ഇത് നമ്മളുടെ പ്രയാമ്പിളിന്റെ ഒരു ജസ്റ്റ് പിക്കാണ്, ഭരണഘടനയുടെ ആമുഖത്തിന്റെ, അല്ലെ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവ് സോളംലി റിസോൾവ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻടു എ സോവറൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ഓക്കെ. അപ്പോ ഈ അടിസ്ഥാന സ്വഭാവം, ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവം എന്ന് പറയുന്ന ഒരു ഡോക്ട്രിൻ അല്ലെങ്കിൽ ഒരു തിയറി കൊണ്ടുവന്നത് സുപ്രീം കോടതിയാണ്. അത് ഒരുപാട് കേസുകളിലൂടെയാണ് ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു കീഴ്വഴക്കം ഉരുത്തിരിഞ്ഞു വന്നത്. അപ്പൊ അതിന് കാരണമായ കേസുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശങ്കരി പ്രസാദ് കേസാണ്. 1951 ശങ്കരി പ്രസാദ് കേസ്. അതെന്താണ് ആ കേസിന്റെ
പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഭരണഘടനയിൽ ആദ്യം ഒരു റൈറ്റ് ടു പ്രോപ്പർട്ടി അല്ലെ, സ്വത്തിന് വേണ്ടിയിട്ടുള്ള അവകാശം മൗലിക അവകാശമാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് ഒന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെ എടുത്തു കളഞ്ഞു. അപ്പൊ അതിനെ കോടതിയിൽ ചോദ്യം ചെയ്തതാണ് ശങ്കരി പ്രസാദ് കേസ്. അതിലെ നമ്മുടെ സുപ്രീം കോടതിയുടെ റൂളിംഗ് എന്ന് പറയുന്നത് പവർ ഓഫ് പാർലമെന്റ് ടു അമെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അണ്ടർ ആർട്ടിക്കിൾ 368 ഓൾസോ ഇൻക്ലൂഡ്സ് പവർ ടു അമെൻഡ്മെന്റ് ഫണ്ടമെന്റൽ റൈറ്റ്. അതായത് ആർട്ടിക്കിൾ 368 അനുച്ഛേദത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആ അനുച്ഛേദം വഴി ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള പാർലമെന്റിന്റെ അധികാരം എന്ന് പറയുന്നത് നമ്മളുടെ മൗലിക അവകാശങ്ങൾ കൂടെ ഭേദഗതി ചെയ്യാനുള്ള അവകാശമാണ് എന്നതാണ് കോർട്ട് റൂളിംഗ്. ഓക്കെ, അപ്പം ശങ്കരി പ്രസാദ് കേസിൽ കോടതി പറയുന്നു ആർട്ടിക്കിൾ 368 ഉപയോഗിച്ച് മൗലിക അവകാശങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റേറ്റിന് ഭേദഗതി ചെയ്യാൻ പറ്റും. അതൊരിക്കലും ആർട്ടിക്കിൾ 13 എതിരല്ല എന്നാണ് പറയുന്നത്. ആർട്ടിക്കിൾ 13 എന്താ പറയുന്നത്, ഇനി പറയുന്ന അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ വയലേറ്റ് ചെയ്യുന്ന ഏതൊരു നിയമവും എന്താണ്, വോയിഡ് ആണ്, അത് നിലനിൽക്കില്ല എന്നാണ് ആർട്ടിക്കിൾ 13 പറയുന്നത്. എന്നാൽ ഈ രീതിയിൽ ആർട്ടിക്കിൾ 368 അടിസ്ഥാനത്തിൽ ഭേദഗതി ചെയ്യുന്ന ഒന്നും ആർട്ടിക്കിൾ 13 അടിയിൽ വരുന്നില്ല എന്നതാണ് സുപ്രീം കോടതി ശങ്കരി പ്രസാദിൽ പറയുന്നത്. അപ്പോൾ ഒരു ഭരണഘടനാ ഭേദഗതി ആക്ടിലൂടെ എന്ത് ചെയ്യാം, സർക്കാരിന് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ത് ചെയ്യാൻ പറ്റും, മൗലിക അവകാശങ്ങൾ ഭേദഗതി ചെയ്യാൻ പറ്റും. ദെൻ തുടർന്ന് വരുന്നതാണ് ഗോലഖ്നാഥ് കേസ്, 1967 ഗോലഖ്നാഥ് കേസ്. ഓക്കെ, സോ അത് വരുന്നത് 17th അമെന്റ്മെന്റിനെ ചോദ്യം ചെയ്തിട്ടാണ്. 1964 17ാം ഭരണഘടനാ ഭേദഗതിയാണ് ചോദ്യം ചെയ്യുന്നത്. അതെന്താന്ന് പറഞ്ഞാൽ നമുക്കറിയാം 9ാം ഷെഡ്യൂൾ എന്ന് പറഞ്ഞൊരു ഷെഡ്യൂൾ ഉണ്ട്. അതിൽ സംസ്ഥാനങ്ങൾ പാസാക്കിയ പല നിയമങ്ങളും 9ാം ഷെഡ്യൂളിൽ കൊണ്ടിടും. അപ്പോൾ 9ാം ഷെഡ്യൂളിൽ ഇട്ട് കഴിഞ്ഞാൽ അതൊന്നും കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് 9ാം ഷെഡ്യൂളിൽ ഇടുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സംവിധാനത്തെ അതാണ് 17ാം ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. അപ്പൊ അതിനെ ചോദ്യം ചെയ്യുന്നതാണ് ഗോലഖ്നാഥ് കേസ്. അപ്പൊ ഗോലഖ്നാഥ് കേസിലെ സുപ്രീം കോടതി വിധി എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ഒരിക്കലും അങ്ങനെ പാർലമെന്റിന് എടുക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ ഗിവൺ എ ട്രാൻസെൻഡന്റൽ ആൻഡ് ഇമ്മ്യൂട്ടബിൾ പൊസിഷൻ, ഹെൻസ് ദ പാർലമെന്റ് കനോട്ട് അബ്രിഡ്ജ് ഓർ ടേക്ക് അവേ ദിസ് റൈറ്റ്സ്. അതായത് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് വളരെ പരിഭാവനവും അങ്ങനെ മാറ്റങ്ങൾക്ക് വിധേയമാവാത്തതും ഒന്ന് എന്ന രീതിക്കാണ് ആര് സങ്കല്പിച്ചത്, നമ്മളുടെ ഭരണഘടനാ നിർമ്മാണ ശില്പികൾ തന്നെ സങ്കല്പിച്ചത്. അപ്പോൾ അതൊരിക്കലും ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ത് ചെയ്യാൻ പറ്റില്ല, പാർലമെന്റിന് മാറ്റാൻ സാധിക്കില്ല എന്നതാണ് സുപ്രീം കോടതി ഗോലഖ്നാഥ് കേസിൽ പറയുന്നത്. അതായത് ശങ്കരി പ്രസാദ് കേസിലെ ജഡ്ജ്മെന്റിനെ സുപ്രീം കോടതി റിവേഴ്സ് ചെയ്യണം. അപ്പൊ ഇതിനെതിരെ സുപ്രീം കോടതിയുടെ ഈ വിധിക്കെതിരെ പാർലമെന്റ് എന്ത് ചെയ്യാണ്, ഒരു ഭരണഘടനാ ഭേദഗതി 24ാം ഭരണഘടനാ ഭേദഗതി പാസ്സാക്കുകയാണ്. അതെന്താണ് ചെയ്യുന്നത്, ആർട്ടിക്കിൾ 13നെയും ആർട്ടിക്കിൾ 368നെയും ഭേദഗതി ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതിയാണ് 24th അമെന്റ്മെന്റ് 1971 എന്ന് പറയുന്നത്. അപ്പോൾ ആ ഭരണഘടനാ ഭേദഗതി എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പാർലമെന്റിന് 368ന്റെ അടിസ്ഥാനത്തിൽ എന്ത് വേണമെങ്കിലും ഭേദഗതി ചെയ്യാം, അതൊരിക്കലും ആർട്ടിക്കിൾ 13ന്റെ ലംഘനമാകില്ല എന്ന് പറഞ്ഞൊരു ഭരണഘടനാ ഭേദഗതി 24ാം ഭരണഘടനാ ഭേദഗതി ഗോലഖ്നാഥ് കേസിലൂടെ അല്ലെങ്കിൽ ഗോലഖ്നാഥ് കേസിലെ വിധിയെ മറികടക്കുന്നതിന് വേണ്ടി ഒരു 24ാം ഭരണഘടനാ ഭേദഗതി സർക്കാർ കൊണ്ടുവരുന്നു. ഇനി അതിന്റെ ഫലം എന്താണെന്ന് പറഞ്ഞാൽ കേശവാനന്ദ ഭാരതി കേസ് 1973 വളരെ പ്രസിദ്ധമായ കേശവാനന്ദ ഭാരതി കേസിൽ എന്താണ്, ഗോലഖ്നാഥ് കേസിലെ വിധിയെ സുപ്രീം കോടതി വീണ്ടും റിവേഴ്സ് ചെയ്യുന്നു. അതായത് ഗോലഖ്നാഥ് കേസിലെ വിധി എന്ന് പറയുന്നത് എന്താണ്, ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒരു കാരണവശാലും മാറ്റാൻ പറ്റില്ല എന്നാണ്. എന്നാൽ കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതി പറയുന്നത് എന്താണ്, 24ാം ഭരണഘടനാ ഭേദഗതിയുടെ സാധുതയെ കോടതി അംഗീകരിച്ചു. അതായത് പാർലമെന്റിന് എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും ഫണ്ടമെന്റൽ റൈറ്റ്സ് അമെൻഡ് ചെയ്യാം, പക്ഷേ അതൊരിക്കലും എന്താവരുത്, ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവത്തെ ലംഘിക്കുന്നതാവരുത്. അപ്പോൾ കേശവാനന്ദ ഭാരതി കേസിൽ 1973 കേശവാനന്ദ ഭാരതി കേസിലൂടെയാണ് ഈ പറയുന്ന ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ സുപ്രീം കോടതി കൊണ്ടുവന്നത്. 24ാം ഭരണഘടനാ ഭേദഗതിയെ സുപ്രീം കോടതി അംഗീകരിച്ചു. എന്താണ് 24ാം ഭരണഘടനാ ഭേദഗതി, ആർട്ടിക്കിൾ 368ന്റെ അടിസ്ഥാനത്തിൽ പാർലമെന്റിന് എന്ത് ചെയ്യാം, ഫണ്ടമെന്റൽ റൈറ്റ്സ് അടക്കമുള്ള എന്തും ഭേദഗതി ചെയ്യാം എന്നത് കോടതി അംഗീകരിച്ചു, അതിന് സാധുത നൽകി. പക്ഷെ ഒരു കാരണവശാലും അത്തരം ഭേദഗതിയിലൂടെ ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവത്തിന് മാറ്റം വരരുത്. അപ്പോൾ കേശവാനന്ദ ഭാരതി കേസിന് ശേഷമാണ് ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ എന്ന് പറഞ്ഞ ജുഡീഷ്യറിയുടെ തന്നെ ഒരു ഇന്നവേഷൻ ഇന്നും നമ്മളുടെ നീതിന്യായ സമ്പ്രദായത്തിൽ നിലനിൽക്കുന്നത്. അപ്പൊ ഇന്ന് ഏതൊരു ഭരണഘടനാ ഭേദഗതിയും നമ്മളുടെ NGAC ആക്ട് ഒക്കെ ഒന്ന് ഓർത്താൽ മതി അല്ലെ,
ദേശീയ ജുഡീഷ്യൽ കമ്മീഷൻ നിയമം സുപ്രീം കോടതി എന്താണ് തള്ളിക്കളയാണ് ചെയ്തത്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അത് ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവമായ ഒരു സ്വതന്ത്ര ജുഡീഷ്യറി അല്ലെ. സ്വതന്ത്ര ജുഡീഷ്യറി എന്ന് പറയുന്നത് ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവമാണ്. അപ്പൊ NGAC ആക്ട് അതിനെതിരെയുള്ള വയലേഷനാണ്. അതുകൊണ്ടാണ് ആ ആക്ട് തള്ളിക്കളഞ്ഞത്. സോ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ദെൻ ഇന്ദിരാ നെഹ്റു കേസ് 1975 പ്രസിദ്ധമായ ഇന്ദിരാ നെഹ്റു കേസിൽ സുപ്രീം കോടതി 39ാം ഭരണഘടനാ ഭേദഗതിയെ എന്താണ് അസാധുവാക്കി. എന്താണ് 39ാം ഭരണഘടനാ ഭേദഗതി? election dispute involving prime minister and speaker of Lok Sabha outside the jurisdiction of all courts. അതായത് പ്രധാനമന്ത്രിയുടെയും അതുപോലെ തന്നെ ലോക്സഭാ സ്പീക്കറിന്റെയും തെരഞ്ഞെടുപ്പ് ഒരു കോടതിയിലും ചോദ്യം ചെയ്യപ്പെടാൻ പറ്റില്ല എന്നതാണ് 39ാം ഭരണഘടനാ ഭേദഗതി. എന്നാൽ സുപ്രീം കോടതി 1975 എന്ത് ചെയ്തു? അതിനെ അസാധുവാക്കി. കാരണം അതെന്താണ്? തീർച്ചയായിട്ടും ബേസിക് സ്ട്രക്ചറിന്റെ വയലേഷൻ ആണ് എന്നതാണ് അതിന് പറഞ്ഞ റീസൺ. ദെൻ പാർലമെന്റ് ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിനെതിരെ ഒരു നിയമം കൊണ്ടുവന്നു. അതാണ് 42ാം അമെന്റ്മെന്റ്. ഓക്കെ, നമ്മൾ അതിനെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നെല്ലാം പറയും. 42ാം ഭരണഘടനാ ഭേദഗതി. ആ 42ാം ഭരണഘടനാ ഭേദഗതി എന്താ പറയുന്നത് വെച്ചാൽ, amended article 368 and declared that there is no limitation on the constituent power of parliament and no amendment can question in any court on any ground including the contravention of any of the fundamental rights. അതായത് പാർലമെന്റിന് ഭരണഘടനയിലെ 368ാം അനുച്ഛേദം അനുസരിച്ച് ലഭിക്കുന്ന അധികാരം എന്ന് പറയുന്നത് അനന്തമാണെന്നും ഓക്കെ, ഭരണഘടനയിലെ ഏത് ഭാഗത്തിനെയും വേണമെങ്കിലും ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെന്റിനുണ്ട് എന്നും ഏതെങ്കിലും ഫണ്ടമെന്റൽ റൈറ്റ്സ് ലംഘിക്കപ്പെടുന്നു എന്നതുകൊണ്ട് അതൊരിക്കലും കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാൻ പറ്റില്ല എന്നും 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഈ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിനെ മറികടക്കാൻ സർക്കാർ ശ്രമിക്കുന്നു 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ. അപ്പോൾ 76 അതിനെ സുപ്രീം കോടതി ചലഞ്ച് ചെയ്യുന്നത് 1980 മിനേവറ മിൽ കേസിലാണ്. ഓക്കെ, മിനേവറ മിൽ കേസിൽ ഈ പറയുന്നതിനെ സുപ്രീം കോടതി റദ്ദ് ചെയ്യാണ്. കാരണം ജുഡീഷ്യൽ റിവ്യൂ അല്ലെ, കോടതിയിൽ ഒരു സംഭവം ചോദ്യം ചെയ്യപ്പെടുക എന്നുള്ളത് എന്താണ്? തീർച്ചയായിട്ടും അതൊരു ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ ആണ് എന്ന് സുപ്രീം കോടതി മിനേവറ മിൽ കേസിലൂടെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കണം. അപ്പോൾ ഈ കേസുകൾ അതിന്റെ പ്രധാനപ്പെട്ട തീം എന്തായിരുന്നു, അതിനെ മറികടക്കാൻ കൊണ്ടുവന്ന ഭരണഘടനാ ഭേദഗതികൾ, ഓൾസോ ഈ കേസുകളുടെ വർഷമെല്ലാം ആസ്പിരൻസ് ഒന്ന് ഓർത്തു വെക്കേണ്ടതാണ്. ദെൻ ബേസിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ അടങ്ങുന്നതാണ് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് സ്ട്രക്ചർ? അത് കാലാകാലങ്ങളിൽ സുപ്രീം കോടതിയിൽ വന്നിട്ടുള്ള പല വിധികളിലൂടെ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പല ഭാഗങ്ങൾ, പല പ്രധാനപ്പെട്ട തീംസ് എല്ലാം ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവത്തിന്റെ ഭാഗമായിട്ടുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് സുപ്രീമസി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ, കോൺസ്റ്റിറ്റ്യൂഷന്റെ പരമാധികാരം, ഭരണഘടനയുടെ പരമാധികാരം എന്ന് പറയുന്നത് ബേസിക് സ്ട്രക്ചർ ആണ്. സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് നേച്ചർ ഓഫ് ഇന്ത്യൻ പൊളിറ്റി, ഇന്ത്യൻ രാഷ്ട്രത്തിന്റെ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് സ്വഭാവം, അത് ബേസിക് സ്ട്രക്ചർ ആണ്. അതേപോലെ തന്നെ രാഷ്ട്രത്തിന്റെ മതേതര സ്വഭാവം, സെക്യുലർ ക്യാരക്ടർ. അതുപോലെ തന്നെ അധികാരങ്ങളുടെ വിഭജനം അല്ലെ, ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ ആയിട്ട് ഇന്ത്യൻ ഭരണം അധികാരം എന്ത് ചെയ്തിട്ടുണ്ട്? വിതരണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതും എന്താണ്? തീർച്ചയായിട്ടും ബേസിക് സ്ട്രക്ചറിന്റെ ഭാഗമാണ്. ദെൻ നമ്മളുടെ ഫെഡറൽ ക്യാരക്ടർ, അതുപോലെ തന്നെ പാർലമെന്ററി സംവിധാനം, അതൊക്കെ എന്താണ്? ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിനാണ്. അതുപോലെ തന്നെ രാജ്യത്തിന്റെ ഏകത്വവും അതുപോലെ തന്നെ അഖണ്ഡതയും, അതും ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിന്റെ ഭാഗമാണ്. വെൽഫെയർ സ്റ്റേറ്റ്, നമ്മളൊരു ക്ഷേമരാഷ്ട്രം, ഇതൊക്കെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ക്ഷേമരാഷ്ട്രം എന്ന് പറയുന്നത് ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിന്റെ ഭാഗമാണോ? തീർച്ചയായിട്ടും. ക്ഷേമരാഷ്ട്രം, സാമൂഹിക സാമ്പത്തിക നീതി, ഓക്കെ, സോഷ്യോ എക്കോണമിക് ജസ്റ്റിസ്, സാമൂഹിക സാമ്പത്തിക നീതി അടങ്ങുന്ന അല്ലെങ്കിൽ അതിൽ അധിഷ്ഠിതമായ ഒരു ക്ഷേമരാഷ്ട്രം എന്താണ്? ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ജുഡീഷ്യൽ റിവ്യൂ, വ്യക്തി സ്വാതന്ത്ര്യം, ഫ്രീഡം ആൻഡ് ഡിഗ്നിറ്റി ഓഫ് ഇൻഡിവിജ്വൽ, വ്യക്തി സ്വാതന്ത്ര്യം എന്തിന്റെ ഭാഗമാണ്? ബേസിക് സ്ട്രക്ചറിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ് അല്ലെ, നിഷ്പക്ഷവും നീതിപൂർവമായ ഇലക്ഷനുകൾ ബേസിക് സ്ട്രക്ചറിന്റെ ഭാഗമാണ്. ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ ലിമിറ്റഡ് പവർ ഓഫ് പാർലമെന്റ് ടു അമെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള പാർലമെന്റിന്റെ പരിമിതമായ അധികാരം, അതും ബേസിക് സ്ട്രക്ചറിന്റെ ഭാഗമാണ്. എഫക്റ്റീവ് ആക്സസ് ടു ജസ്റ്റിസ്, ഓക്കെ, നീതി ലഭ്യമാക്കുക എന്നതും ബേസിക് സ്ട്രക്ചറിന്റെ ഭാഗമാണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെ, എന്താണോ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ എസെൻസ് എന്താണ്, അതും ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിന്റെ ഭാഗമാണ്. ദെൻ സുപ്രീം കോടതിയുടെ അധികാരങ്ങളെ കുറിച്ച് നിർവചിക്കുന്ന ആർട്ടിക്കിൾ 32, 136, 141, 142, അതും ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിന്റെ ഭാഗമാണ്.
ഹൈക്കോടതിയുടെ അധികാരങ്ങളെക്കുറിച്ച് നിർവചിക്കുന്ന ആർട്ടിക്കിൾ 226, 227 അത് ബേസിക് സ്ട്രക്ചറാണ്. നിയമവാഴ്ച ബേസിക് സ്ട്രക്ചറാണ്. തുല്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള അവകാശം അത് ബേസിക് സ്ട്രക്ചറാണ്. ഹാർമോണി ആൻഡ് ബാലൻസ് ബിറ്റ്വീൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, നിർദ്ദേശക തത്വങ്ങളും മൗലിക അവകാശങ്ങളും തമ്മിലുള്ള ആ ഒരു ബാലൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവയ്ക്ക് തമ്മിലുള്ള ഒരു ഹാർമോണി, അതും ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിന്റെ ഭാഗമാണ്. ദെൻ നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ PSC ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മീനമാത ഡിസീസ് ഈസ് ഡ്യൂ ടു. ഓക്കെ, ഇത് LD യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ക്വസ്റ്റ്യൻ ആണ് 2017. ഓക്കെ, സോ മീനമാത ഡിസീസ് ഈസ് ഡ്യൂ ടു, ഏതാണ് മീനമാത ഡിസീസ്? ഓപ്ഷൻ ഡി, മെർക്കുറി ആണ് കറക്റ്റായ ആൻസർ. ഓക്കെ, സോ അതൊരു ന്യൂറോളജിക്കൽ ഡിസോർഡർ ആണ്. ജപ്പാനിലെ മീനമാതയിലാണ് ഇത് ആദ്യമായിട്ട് 1956 ഓക്കെ ഒരു ഇൻഡസ്ട്രിയൽ എഫ്ലുവൻറ്റ്, ഓക്കെ മീത്തൈൽ മെർക്കുറി എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയൽ എഫ്ലുവൻറ്റ് സൃഷ്ടിച്ച ഒരു പൊല്യൂഷനാണ് പിന്നീട് ഈ പറയുന്ന മീനമാത ഡിസീസ് ആയിട്ട് മാറിയത്. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, എ പേഴ്സൺ സഫറിംഗ് ഫ്രം ബ്ലീഡിംഗ് ഗം നീഡ് ഇൻ ഹിസ് ഫുഡ്. ഓക്കെ, ബ്ലീഡിംഗ് ഗം എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ പല്ലിൻ്റെ എല്ലാം ഇടയിൽ നിന്ന് ചോര വരുന്ന അങ്ങനെ ഒരു പ്രശ്നമുള്ള വ്യക്തിക്ക് താഴെ പറയുന്നതിൽ ഏത് ഫുഡാണ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഇതെന്ന് പറയുന്നത് ഒരു സ്കർവി ഡിസീസ് എന്ന് പറയും. ഓക്കെ, അതിൻ്റെ ഒരു സിംറ്റം ആണ് ഈ പറയുന്ന ബ്ലീഡിംഗ് ഗം എന്ന് പറയുന്നത്. മറ്റു ഒരുപാട് സിംറ്റംസ് ഉണ്ട്, അതിലൊരു സിംറ്റം ആണ് ഈ പറയുന്ന ബ്ലീഡിംഗ് ഗം എന്ന് പറയുന്നത്. അപ്പോൾ സ്കർവി ഡിസീസ് വരുന്നത് വിറ്റമിൻ സിയുടെ കുറവ് കൊണ്ടാണ്. അപ്പോൾ വിറ്റമിൻ സി അടങ്ങുന്ന ഫുഡ് ധാരാളം കഴിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പരിഹാരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് വരാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ എന്ന് പറയുന്നത് വിറ്റമിൻ സി ഒക്കെ അടങ്ങുന്ന ഒരു ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. സോ ഓപ്ഷൻ ഡി, സിട്രസിലാണ് വിറ്റമിൻ സി ധാരാളം അടങ്ങിയിരിക്കുന്നത്. Then next question, world's largest bird statue in built in Jadayu Nature Park. In which place of Kerala it is built? അല്ലേ, ജഡായു പാറ. ഓക്കെ, അതിപ്പോൾ ഒരു നാച്ചുറൽ പാർക്കാണ്. ജഡായു എർത്ത് സെന്റർ നാച്ചുറൽ പാർക്ക് എന്നാണ് അത് പേര്. അത് എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ABCD, കൊല്ലം ജില്ലയിലെ ചടയമംഗലം. ഓപ്ഷൻ ഡി, ചടയമംഗലത്താണ് അതുള്ളത്. ദെൻ ജഡായു എർത്ത് സെന്റർ, അതിലെ ഈ പറയുന്ന ജഡായു ശില്പം നിർമ്മിച്ചത് രാജീവ് അഞ്ചൽ എന്ന ശില്പിയാണ്. ദെൻ ചടയമംഗലം എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തെ ആദ്യത്തെ PPP ടൂറിസം പ്രൊജക്റ്റ് ആണ് ഈ പറയുന്ന ജഡായു എർത്ത് സെന്റർ നാച്ചുറൽ പാർക്ക് എന്ന് പറയുന്നത്. അതായത് പൊതു സ്വകാര്യ സംരംഭത്തിൽ ഉള്ള ആദ്യത്തെ ഒരു ടൂറിസം സംരംഭമാണിത്. ജഡായു എർത്ത് നാച്ചുറൽ പാർക്ക് എന്ന് പറയുന്നത് ചടയമംഗലത്താണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ട് ആൻസർ. ദെൻ വാട്ട് ഈസ് ദ ഒഫീഷ്യൽ നെയിം ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ ഔദ്യോഗിക നാമം എന്താണ്? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി, ഏതാണ്? ഓപ്ഷൻ ബി, റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ റിപ്പബ്ലിക് എന്നതാണ് ഇന്ത്യയുടെ ഒഫീഷ്യലായ നാമധേയം. അല്ല, നമ്മളെ പാസ്പോർട്ടിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ, അതൊക്കെ ഒരു ജസ്റ്റ് ലോജിക് വെച്ച് തന്നെ നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ ആണ് കറക്റ്റായ പേരെന്ന് പറയുന്നത്. ദെൻ വിച്ച് ഈസ് ദ ഫസ്റ്റ് ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ് ഇൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യ? ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ രൂപീകൃതമായ ആദ്യത്തെ സംസ്ഥാനം. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ സി, ആന്ധ്രാപ്രദേശ് ആണ്. അല്ലെ, പൊട്ടി ശ്രീരാമലുവിന്റെ സത്യാഗ്രഹവും തുടർന്നുള്ള മരണം, തുടർന്നുള്ള പ്രക്ഷോഭങ്ങളെല്ലാം നമ്മളെ കണ്ടാണ്. അപ്പോൾ മദ്രാസിലെ തെലുങ്ക് സംസാരിക്കുന്ന നോർത്തേൺ പോർഷൻസ്, ഓക്കെ വടക്കൻ പ്രദേശങ്ങളെ കൂട്ടിച്ചേർത്താണ് നമ്മളുടെ ആന്ധ്രാപ്രദേശ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. രൂപീകരിക്കപ്പെട്ട വർഷം 1953. സോ അത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഭരണഘടനാ ഭേദഗതികളെ കുറിച്ച് പറയാനുള്ളത്. സോ എല്ലാവരും ലെറ്റ്സ് ക്രാക്ക് കേരള എക്സാംസ് എന്ന അൺഅക്കാഡമി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. ഓക്കെ, ഓൾസോ ഞങ്ങൾക്കൊരു ടെലഗ്രാം ചാനൽ ഉണ്ട്, ലെറ്റ്സ് ക്രാക്ക് കേരള എക്സാംസ് എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് ആ ചാനലിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട എല്ലാ സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ദെൻ എൻ്റെ സബ്സ്ക്രിപ്ഷൻ കോഡ് മറക്കണ്ട, Arun01 എന്ന എൻ്റെ സബ്സ്ക്രിപ്ഷൻ കോഡ് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് 10% ഓഫ് കൂടെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്സസ്. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.